ലണ്ടനിലും അമേരിക്കയിലും ഒന്നും പോകാണ്ട് തന്നെ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസും അവിടെ കിട്ടുന്ന സുഖങ്ങളും ഒക്കെ അനുഭവിക്കാനും മൃഗങ്ങളെ കാണാനും കാടുകളെ കാണാനുള്ള ഭയങ്കര ഓഫ് റോഡ് കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ബോച്ചെ ചെയ്തിട്ടുണ്ട്. അതിന് ബോച്ചനോട് ഒരുപാട് നമുക്ക് നന്ദി പറയാനുണ്ട്. എന്താ ഇതൊക്കെ നല്ല ഭംഗിയാണ്. എന്താ സാബിയ ഒന്നും പറയല, അതാണ് ഷാഫിക്കും ഞങ്ങളും ഒരു പ്ലേയിങ് എൻജോയ് ചെയ്യാം. നാളെ കൂടി നമുക്കൊരു 2 ദിവസം കൂടെ താമസം. നമസ്കാരം, ഷാഫിക്കയുമാണ്. ഞാനിപ്പോൾ വയനാട്. നമുക്കറിയാം ബോച്ചയുടെ 1000 ഏക്കറിലുള്ള ഓരോ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഞാൻ ഇവിടെ നിന്ന് താമസിക്കുവാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ബോച്ചെ ബബിൾ ഡോം, ഈ എൻ്റെ ബാക്ക് കാണുന്ന ബോച്ചെ ഡബിൾ ഡോം, അതായത് കപ്പിൾസിനും ഫാമിലിക്കൊക്കെ നിന്ന് നല്ല വ്യൂ. നമുക്കറിയാം ഇവിടുത്തെ ഈ 1000 ഏക്കർ മൊത്തം വ്യൂ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞാനവിടെ താമസിക്കാൻ വന്നാണ്. എൻ്റെ കൂടെ നമ്മളെ കാട്ടുവൈദ്യനും അതുപോലെ തന്നെ ആദിവാസികളുടെ മെയിൻ ആളായ സുരേഷ് മേപ്പാടി കൂടെ ഉണ്ട്. സുരേഷയുടെ പേര് നമസ്കാരം. നമുക്കിത് ഈ വീഡിയോ കുറിച്ച് നമുക്ക് മൊത്തം കാണിച്ചു. ചീവീടിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്ന മുകളിലുണ്ടോ? അത് പ്രകൃതിയുടെ എല്ലാ ഭാഗവും കേട്ടോ, എല്ലാം ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതൊക്കെ എന്താ വെച്ചാൽ പിന്നെ ഇവിടുത്തെ പക്ഷികൾ മറ്റുള്ളവർ കേൾക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമുക്ക് എന്താണ് ഫെസിലിറ്റി ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുറം ഭാഗം ഒന്ന് കാണാം. ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മെയിനായിട്ട് കപ്പിൾസാണ് ഇതിൻ്റെ മെയിൻ ഫെസിലിറ്റി. ഇതിന് യൂസ് ചെയ്യുക. ഫാമിലി എല്ലാവർക്കും വന്ന് താമസിക്കാൻ പറ്റിയ സംഭവമാണ്. പിന്നെ ഇത് ഈ ബബിൾ ഡോം ആകെ ഒന്നേ ഉള്ളൂ ഇപ്പം. പിന്നെ ഹട്ടുകൾ, കുറേ ബോച്ച ഹട്ടുകളുണ്ട്. അതൊക്കെ നമുക്ക് താഴെ കാണിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ വീണ്ടും വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ബബിൾ ഡോമിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ. കേരളത്തിലെ ഏറ്റവും നല്ല ഫെസിലിറ്റി എന്താ പറയാ, നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴാണ് ഇതിനൊരു ഗ്ലാമർ. ഇത് അപ്പോൾ ബോച്ചയ്ക്ക് ഇത് തോന്നി ജനങ്ങളെ അറിയിക്കണം എന്നുള്ള ഒരു ആ തോന്നിയും കൊണ്ട് ഇത്ര ഇവിടെ വന്നാൽ തന്നെ അത്രയും മനോഹരം പറഞ്ഞാല് ഒരു വൈബ് അല്ലേ. ലണ്ടനിലും അമേരിക്കയിലും നിങ്ങൾക്ക് പോണ്ട, ഇവിടെ വന്നിട്ടൊന്ന് കറങ്ങിയാൽ മതി. ആ സുഖം ഭയങ്കര ഒരു പ്രത്യേക സുഖം തന്നെയാണ്. പിന്നെ റൈറ്റിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. കാരണം വെച്ചാൽ റൈറ്റ് നെഗോഷ്യബിൾ ആണ്. ഓരോ സീസണിലും ഓരോ റൈറ്റുകൾ. പൈസ നോക്കേണ്ട ഫെസിലിറ്റി ആണെങ്കിൽ സുരേഷേ പറഞ്ഞോളി. ഇവിടെ നിൽക്കുമ്പോ തന്നെ ഒരു പ്രത്യേക വൈബാട്ടോ. പ്രത്യേക വൈബ് എന്ന് പറയാൻ പറ്റില്ല, അതിനെ ഉണർന്നറിയാൻ പറ്റും. ഒരു മൂഡ്. ഒരു ജ്യൂസ് കുടിച്ചാൽ എങ്ങനെ, ജ്യൂസ് കുടിച്ചാൽ നമ്മൾ പറയുന്നതിന് അത് നമ്മൾ ബോച്ചന്റെ ഒരു ജ്യൂസ് കുടിക്കുമ്പോ ആ കുടിച്ചതിന്റെ സുഖമല്ലേ, അതേമാതിരി കുടിക്കുമ്പോഴുള്ള സുഖമാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം. എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കിയോളാം. പിന്നെ നമ്മളെ ക്യാമറമാൻ ഷാമിലുണ്ട്, നമ്മളെ സുഹൃത്താട്ടോ. ഓൻ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ഓനാണ് ഫുൾ സപ്പോർട്ട്. ഒരു വിക്സലിട്ട് ഓന് കൊടുക്കുക ഷാമിലിന്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഉള്ളിൽ കയറി ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിന്റെ എയർ സർക്കുലേഷൻ ഒക്കെ വ്യതിയാനം വന്നത് ഡൗൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ഡോർ ക്ലോസ് ചെയ്യണം. ലോക്ക് 2 ലോക്കാണ് വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഓപ്പൺ ചെയ്യാണ്. സുരേഷേട്ട കാട്ടിൽ നിന്നും ഇങ്ങനത്തെ ഒരു 3 സ്റ്റാറിലേക്ക് പോകുമ്പോൾ എന്താ തോന്നുന്നത്? അത് ഒരു പ്രത്യേക എന്താ പറയാ, കാട്ടിൽ ഇങ്ങനെ താമസിക്കാൻ പറ്റിയ ഒരു എന്താ പറയാ, കാട്ടിൽ ഇങ്ങനെ ധൈര്യത്തോടെ താമസിക്കാൻ പറ്റില്ല. അതേമാതിരി ഈ കാട്ടിൽ ഇവിടെ ധൈര്യത്തോടെ താമസിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരുക്കിയത് ഭയങ്കര തന്നെ. അതെ. ഓപ്പൺ ചെയ്തിട്ട് അപ്പം തന്നെ ഇത് എന്ത് ചെയ്യണം, ഇതേപോലെ സിപ്പ് ലോക്ക് വീണ്ടും ലോക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് AC ഒക്കെ വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ ഇതിന്റെ ഫെസിലിറ്റി 3 സ്റ്റാർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അടിപൊളി ബെഡ് ഉണ്ട്. കപ്പിൾസിനെ എന്താ പറയാ സെറ്റ് ചെയ്യാനും. അതുപോലെ തന്നെ AC ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഡൈനിങ് ടേബിൾ കാര്യങ്ങളും എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഇവിടുത്തെ വ്യൂ ഇതിന്റെ മേലേക്ക് ഒന്ന് കാണിച്ചു നോക്കി. ഇതിന്റെ മേലെ വ്യൂ ഫുൾ അതായത് 90 ഡിഗ്രീസ് ഇതാണ്, ആകാശം മൊത്തം കാണും. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ഈ കർട്ടൺ നീക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും 4 ഭാഗം വ്യൂ ആട്ടോ. 4 ഭാഗം വ്യൂ ആണ്. ഇനിയിപ്പോൾ നമുക്ക് കിടക്കുന്ന സമയത്ത് ആരും കാണാതെ വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അപ്പോൾ അതൊക്കെ കർട്ടൺ ക്ലോസ് ചെയ്യും. കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കാര്യങ്ങളിലേക്ക് കിടക്കും. പിന്നെ ഒരു വനത്തിൽ കൊടും കാട്ടിൽ കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ചുറ്റും കാവൽക്കാർ, മൃഗങ്ങൾ ഇവിടേക്ക് അടുക്കൂല. അങ്ങനത്തെ ഒരു ഭയങ്കര വൈവാണ്. നിങ്ങൾ വരണം, വന്ന് കിടന്നാലേ ഇത് ഭക്ഷണത്തെ രുചിച്ചറിയുന്ന മാതിരി ഈ സാധനത്തിൽ ഇവിടെ വന്ന് കിടന്നാലേ ഇതിന്റെ രുചി കിട്ടുള്ളൂ. നിങ്ങൾ ഇത് കണ്ടിട്ട് മിസ്സാക്കിയ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഗതി കിട്ടാനില്ല, വൈബ് കിട്ടാനില്ല. അതാണ് ഞാൻ പറയാം. ഞാൻ എന്താ കാട്ടിനെ കൂടെ കൂടുതൽ ഒരുപാട് നടക്കുന്ന ഒരു സഞ്ചരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും, വാഷ്റൂം, മറ്റുള്ള കാര്യങ്ങൾ, ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഒരു 3 സ്റ്റാർ ഹോട്ടലിലെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ക്യാമറ കൊടുക്കണമെന്ന് വെച്ചാൽ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ആളെ കാണിച്ച് തരുന്നില്ല. വാഷ് ചെയ്യുന്ന കൈ കഴുകാനുള്ള സംഗതി ഇതുണ്ടോ. ഇത് എന്താ പറയുക, ഒരു കൊട്ടാരത്തിൽ എങ്ങനെ ഉണ്ട് അത്രയും ഫെസിലിറ്റീസ് ആണ് ഇത്. മര്യാദയ്ക്ക് എന്തൊക്കെ ചെയ്യാം. ബാത്റൂം ബാത്റൂം ഇതാണ് കേട്ടോ. ബാത്റൂമിൽ സൗകര്യങ്ങളൊക്കെ കേട്ടോ. കുളിക്കാൻ എല്ലാ പരിപാടിയും. അപ്പം എന്താ പറയാലോ,
ഇതിന്റെ പ്രത്യേകതകൾ ഇപ്പം ഈ ഒരു ഫെസിലിറ്റി ഫസ്റ്റ് ആണ് ഇത്രയും നല്ല രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബോച്ചന്റെ എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലാവും. നമ്മൾ കുളിച്ച് കേട്ടോ അടച്ചടാ. എന്താണ് ബോസെ ഫ്രീ ആയി കിട്ടിയപ്പം അല്ലേ? നമുക്ക് ബോച്ചിന് സൗജന്യം അതായത് ഏതാണ്ട് നല്ലൊരു എമൗണ്ട് വരുന്ന അല്ലേ ഫ്രീ ആയിട്ടാണ്. നമ്മളെ സുഹൃത്ത് ബോച്ചയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കട്ടോ. ഒരു സല്യൂട്ട് കിസ് അടിച്ചാൽ ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൂപ്പരെ എന്താ പറയാ, ദൈവത്തിനെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് സഹായിക്കണ, ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹം ഞായറാഴ്ച ആയിട്ടും നമുക്ക് ആളെ വരുത്തി ഫ്രീ ആയിട്ട് നിൽക്കാൻ സൗകര്യം ചെയ്തെന്ന് ബോസയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. സുരേഷ് മേപ്പാടിക്ക് ഇവിടെ എന്താ കാട്ടുന്ന ഒരു ഐഡിയ ഇല്ല. തുള്ളണോ ചാടണോ അതാണ് നമുക്ക് എന്താ പറയാ, ഇവിടെ കണ്ടിട്ട് ഒരു സ്വർഗം. അത്രയും എന്താ പറയാ, ഒന്നും പറയാൻ പറ്റണില്ല. അത്രയും അങ്ങനെ എന്താ രുചി, അത്രയും രുചിയാണ് ഈ പ്രകൃതിക്ക്. അതെ. ഇതിന്റെ ലൊക്കേഷനും കാര്യമൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കോൺടാക്ട് നമ്പറും. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ബോച്ചെ 1000 ഏക്കർ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പൊ എല്ലാവർക്കും എന്താ ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് ലണ്ടനിലും അമേരിക്കയിലും ഒന്നും പോകാണ്ട് തന്നെ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസും അവിടെ കിട്ടുന്ന സുഖങ്ങളും ഒക്കെ അനുഭവിക്കാനും മൃഗങ്ങളെ കാണാനും കാടുകളെ കാണാനുള്ള ഭയങ്കര ഓഫ് റോഡ് കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ബോച്ചെ ചെയ്തിട്ടുണ്ട്. അതിന് ബോച്ചനോട് ഒരുപാട് നമുക്ക് നന്ദി പറയാനുണ്ട്. എന്താ പറയുക, അത്രയും എന്താ പറയുക, അങ്ങനെ ഇതൊന്നും പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും വരാൻ പറ്റിയിട്ടില്ല. ക്ലീനിങ് ഭയങ്കരമായിട്ട് എന്താ സാഫിയ ഒന്നും പറയല മുത്തുമണി. അതാണ് സാഫിക്കും ഞങ്ങളും ഒരു പ്ലെയിൻ എൻജോയ് ചെയ്യാൻ നാളെ പോകണുള്ളൂ. ബോച്ചയ്ക്ക് വിളിച്ച് നാളെയും കൂടി ബുക്ക് ചെയ്താലോ? നാളെ കൂടി നമുക്കൊരു 2 ദിവസം അങ്ങോട്ട് താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവർക്കും നന്ദി. ഞങ്ങൾ പോകണം. ഓക്കെ.